ഗൈസ്, ഇന്നൊരു മൂവി കമ്പാരിസൺ റിവ്യൂ ആയാലും ഗുരുവായൂരമ്പലനടയിൽ വേഴ്സസ് മന്ദാകിനി. ഇത് രണ്ടും ഒരേ ടൈമിൽ ഒരേ ജേണലിൽ ഇറങ്ങിയിട്ടുള്ള രണ്ട് മൂവീസാണ്. കല്യാണ വീട്ടിലുണ്ടാകുന്ന രസകരമായ സംഭവ വികാസങ്ങളാണ് രണ്ട് മൂവിയിലും പ്രതിപാദിച്ചിട്ടുള്ളത്. ഐശ്വര്യമായി ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് തന്നെ നമുക്ക് തുടങ്ങാം. ആക്ടിംഗ് വൈസ് പൃഥ്വിരാജ് കുറച്ച് ഓവറായിരുന്നുവെങ്കിലും ബേസിൽ പൊളിച്ചടക്കിയിരുന്നു. ജഗദീഷിന്റെ റോൾ എടുത്തു പറയേണ്ടതാണ്. ഓവറോൾ മൂവി അടിപൊളിയായിരുന്നുവെങ്കിലും നെഗറ്റീവ്സ് അത് വെച്ച് പഠിപ്പിക്കാൻ പാടില്ല. അനശ്വരയുടെ എക്സ് ലവർ പോലത്തെ അനാവശ്യ ക്യാരക്ടർ ഇതിലേക്ക് കുത്തിക്കൊള്ളിച്ചു. ആ റോൾ കുറച്ചും കൂടി ഡെപ്ത് കൂട്ടാമായിരുന്നു, കുറച്ചും കൂടി ഹൊറർ ആക്കാമായിരുന്നു. സ്റ്റാർട്ടിങ്ങും ഇന്റർവെല്ലും അടിപൊളിയായി പോയിക്കൊണ്ടിരുന്ന മൂവി ക്ലൈമാക്സിൽ തകർത്ത് തരിപ്പണമാക്കി കയറി. ഡ്രാമ എന്ന് പറഞ്ഞാൽ വെറും ഡ്രാമ. ക്ലൈമാക്സ് വോളിബോൾ കളിയാണ്. താലിമാല, പിന്നെ താലിമാല ഹെലിക്യാമിൽ കുടുങ്ങുന്നു. അതെടുക്കാൻ വേണ്ട അമ്പലത്തിലേക്ക് പ്രാർത്ഥിക്കാൻ വന്ന് എല്ലാ മനുഷ്യ പിരമിഡ് തന്നെ ഉണ്ടാവും. അവരെ പറഞ്ഞിട്ടും കാര്യമില്ല. സ്വർണത്തിന് എന്താ വില? അവസാനം വിനു ആനന്ദേട്ടന്റെ സ്വന്തമാകുന്നു. ക്ലൈമാക്സിലെ ഡ്രാമാറ്റിക്കൽ ഇന്റർഫിയറും എക്സ് ലവർ ശരവണൻ തുടങ്ങിയ ക്യാരക്ടറുകളുടെ നിലവാര തകർച്ചയും ഈ ഫിലിമിന്റെ ബിഗ് മിസ്റ്റേക്ക് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. ഓവറോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. കണ്ടിരിക്കാൻ കൊള്ളാവുന്ന ഒരു മൂവി തന്നെ. നെക്സ്റ്റ്, മന്ദാകിനി. ചെറിയ റോളുകളിൽ തനതായ ഒരു ശൈലിയിൽ നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു ആക്ടറാണ് അൽതാഫ്. എന്നാൽ നായക സ്ഥാനത്തേക്ക് വന്നപ്പോൾ അത് വെറും വെറുപ്പിക്കലായിട്ടാണ് മാറിയത്. വെറുപ്പിക്കൽ എന്ന് പറഞ്ഞാൽ വെറും വെറുപ്പിക്കൽ. അനാർക്കലി ഗണപതി അവരുടെ റോളുകൾ നന്നായി ചെയ്തിട്ടുണ്ട്. എടുത്തു പറയേണ്ട ക്യാരക്ടർ കൈപ്പുഴ കുഞ്ഞ്. അയാൾ ആ വേഷത്തിൽ തകർത്താടുകയായിരുന്നു. ബാക്കി എല്ലാ ആക്ടേഴ്സും ഒരുവിധം ഓവറാക്കി ചളമാക്കിയിട്ടുണ്ട്. ഈ മൂവിൽ സ്ത്രീകൾക്കാണ് പ്രാധാന്യം എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് അവരെ കൊണ്ട് കള്ളു കുടിപ്പിക്കുക, അവരെ കൊണ്ട് മാസ് നടത്തം, മാസ് ഡയലോഗ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ എന്തിനോ വേണ്ടിയിട്ട് തിളക്കുന്ന സാമ്പാറായിട്ട് ജാഫ്രിഡിക്കിനെയും ആഡ് ചെയ്തിട്ടുണ്ട്. അല്ല, സിനിമ തന്നെ എന്തിനോ വേണ്ടിയിട്ട് തിളക്കുന്ന സാമ്പാറാണല്ലോ. ഓരോ ക്യാരക്ടേഴ്സും എന്തിനോ വേണ്ടിയിട്ട് തിളച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അനാർക്കലിയെ ഗണപതി പ്രേമിച്ച് ചതിക്കും. അതാണ് ഈ കഥയിൽ. ഒരു ഷോർട്ട് ഫിലിമിനുള്ള കഥ ഒരു സിനിമയാക്കി റബ്ബർ ബാൻഡ് പോലെ അങ്ങോട്ട് വലിച്ചു നീട്ടി. പേഴ്സണലി എനിക്ക് ഈ മൂവി ഭയങ്കര ലാഗും ഭയങ്കര ബോറും ആയിട്ടാണ് തോന്നിയത്. ഓരോ സിനിമയ്ക്കും അതിൻ്റേതായിട്ടുള്ള കഷ്ടപ്പാടുകളൊക്കെ ഉണ്ട്. ഒരു റിവ്യൂയിലൂടെ തകർന്നു പോകേണ്ടതല്ല ഓരോ ഫിലിമും. അപ്പോൾ ഞാനിത് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ മാത്രമാണ് പറഞ്ഞത്. ഇത് തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബിലോ. പ്ലസ് ടുവിന് പഠിക്കുമ്പോൾ ക്രിസ്റ്റീന ഐസക്, ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ ഈ വർണ്ണന കൃഷ്ണ